നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമയം തെളിഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ച് പോന്നിട്ടുള്ള വ്യക്തികളാണ്. ഇനി വരാൻ പോകുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ മാറ്റങ്ങളും നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. തൊടുകുറി സത്യമുള്ള ശാസ്ത്രം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവ്യമായ രണ്ട് വസ്തുക്കളാണ്. അതിലാദ്യത്തേത് തുളസിയിലയാണ്, രണ്ടാമത്തേത് ആലിലയാകുന്നു. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏവരും കാണുന്നത്. ഇതിൽ ആദ്യത്തേതായ ചിത്രം തുളസിയില സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് വളരെ വിശേഷപ്പെട്ടതായ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രമായ ആലിലയും ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇലയാണ്. ഈ രണ്ട് ദിവ്യമായ ഇലകളിൽ ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിനായി ഏവരും ഒരു നിമിഷം നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുക. ഇവിടെ ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഈ ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ ചിത്രം തന്നെയാണ്. ആ ദേവതയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭവിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏറ്റവും ഉത്തമം, നിങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ചിത്രം ഏതോ ആ ചിത്രം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ എടുത്തിരിക്കുന്ന ചിത്രം പിന്നീട് മാറ്റുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ആദ്യം കാണുന്നതായ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് ഉയർച്ചയും അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിൽ പ്രദാനം ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം ഏവരും കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കണം. അപ്പോൾ ആദ്യത്തെ ചിത്രമായ തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ ആ തുളസിയിലയുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എത്രമേൽ സംഭവിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സൂചന തന്നെയാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വളരെയധികം ആകർഷകമാണ് നിങ്ങളുടെ പെരുമാറ്റവും വ്യക്തിത്വവും. കാരണം ആരെയും ഒരു നിമിഷം നിങ്ങൾക്ക് വളരെയധികം സ്വാധീനിക്കുവാൻ സാധിക്കും. അതായത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കും. ഏവർക്കും സന്തോഷം നൽകുവാൻ സാധിക്കുന്ന വ്യക്തികളാണ്. ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അഥവാ ധൈര്യമുള്ള വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളു നോക്കുമ്പോൾ ഒരുപാട് വിഷമതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. അത് മറ്റുള്ളവർക്ക് മുൻപിൽ പറയുന്നില്ല എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് എന്ന് പറയുവാൻ സാധിക്കും. കാരണം ഈശ്വരാധീനം നിങ്ങളിൽ നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് ചെറുതാണ് എങ്കിലും വലുതാണ് എങ്കിലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് മനസ്സിൽ വയ്ക്കുന്നവരാണ്. എന്നാൽ പല ആളുകളും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാറുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ പോലും പല വ്യക്തികളും
അവർ മുതലെടുക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേപോലെ തന്നെ നോക്കുകയാണ് എങ്കിൽ പല ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. കഴിവ് നിങ്ങൾക്കുണ്ട് എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്നാൽ ആ കഴിവ് പലപ്പോഴും പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അപ്രകാരമുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ച് പോരുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾ അർഹിക്കുന്നതായ കാര്യങ്ങൾ അത് അംഗീകാരമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹമാകാം. എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെയധികം പ്രയാസം നേരിടുന്നുണ്ട് എന്നും അത്തരമൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുമുണ്ട്. പലരും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ചിലർ നിങ്ങളെ വിട്ട് പോകുന്നതായ സാഹചര്യമുണ്ട്. സഹായിച്ചവർ പലപ്പോഴും നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്നതായ സാഹചര്യമുണ്ട്. ഏറ്റവും കഷ്ടത എന്ന് പറയുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം എന്ന് പറയുവാൻ സാധിക്കുന്നത് ധനപരമായ പ്രയാസങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാകണം എന്നില്ല. പൊതുവിൽ സംഭവിക്കുന്നതായ ബാധ്യതകളാണ് എങ്കിലും, ധനപരമായ ബാധ്യതകളാണ് എങ്കിലും, മറ്റ് അസ്വസ്ഥതകളാണ് എങ്കിലും ജീവിതത്തിൽ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രയാസങ്ങൾ ജീവിതത്തിൽ അത്രമേലുണ്ട്, അല്ലെങ്കിൽ ഇനി അനുഭവിക്കുവാൻ ഒന്നുമില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുവാൻ സാധ്യത തുലം കൂടുതലുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് കാണുന്നു. വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന, എന്നാൽ നിങ്ങൾ ഒരിക്കലും അത് നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുവാനായി സാധിക്കുന്നു. പലപ്പോഴും നിങ്ങളെ തളർത്തുകയും മുന്നോട്ട് പോകുവാൻ സമ്മതിക്കാതിരിക്കുന്നതായ വ്യക്തികളുണ്ട് എങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുകയും നിങ്ങളുടെ പാതി വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന വിഷമതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ ചില വ്യക്തികൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതായ സാഹചര്യവും രൂപപ്പെടാം എന്ന് കാണുന്നു. ചിലർ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും വിദൂരമല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ജോലിയിലാണ് എങ്കിലും ബിസിനസ്സിലാണ് എങ്കിലും പല മാറ്റങ്ങളും നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാൻ പോവുകയാണ്. എന്നാൽ ധൈര്യത്തിന് ഒരു മാറ്റവും സംഭവിക്കേണ്ടതായിട്ടില്ല. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. വരാൻ പോകുന്നതായ ആ ദിനങ്ങളിൽ നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. അത് ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, വിജയത്തിലാണ് എങ്കിലും, മറ്റ് സാമ്പത്തിക ഭദ്രതയാണ് എങ്കിലും നിങ്ങൾക്ക് വന്നു ചേരാം. എന്നാൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്തത് നിങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ ആരോടും അത് പരാതിയായി പറയുവാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. കണ്ണീരിലൂടെ അതെല്ലാം ഒഴിവാക്കിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പാതി വഴിയിൽ നിർത്തിയതായ പല കാര്യങ്ങളും വീണ്ടും ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ ഉണ്ടാകേണ്ട സമയമാണ്. ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനുള്ള വഴികളാണ് ഈ സമയം നിങ്ങൾ മുന്നിൽ കാണേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പോസിറ്റീവായ ഊർജം, അതായത് നെഗറ്റീവായ ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അതിന് സമയമായിരിക്കുന്നു എന്ന് പറയാം.
നല്ല സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതിനാൽ പല കാര്യങ്ങളും മാറി മറിഞ്ഞു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള അവസരം തന്നെയാണ് സിദ്ധിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന നിങ്ങൾക്കും ചില സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ സങ്കടം കൊണ്ട് ചിലർ സഹായിക്കാൻ വരുന്നതായ സാഹചര്യങ്ങൾ പോലും പ്രതീക്ഷിക്കാം. ഈ കാര്യങ്ങൾ ഓർത്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രമായ ആലിനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളതിനാൽ തന്നെയാണ് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ആലില തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തലവര തെളിഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ പലവിധ ഇഷ്ടങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലരും നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കുവാനുള്ള സാധ്യതയോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ കുറവാണ്. അതിനാൽ തന്നെ പല ഇഷ്ടങ്ങളും മനസ്സിൽ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. കൃത്യമായി പറയുകയാണ് എങ്കിൽ സ്വയം പലപ്പോഴും ജീവിക്കുവാൻ മറന്നു പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല ഇഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിച്ചിരിക്കുന്നു, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ സമയം പ്രധാനമായും പല കാര്യങ്ങളിലും അമിതമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ചിന്തിച്ച് വളരെയധികം കാട് കയറുന്നതായ സാഹചര്യം, അത് നിങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നു. സങ്കടകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ദോഷകരമായി ബാധിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ മറിച്ചൊന്ന് ചിന്തിക്കാതെ പലർക്കും സഹായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കുന്നവരാണ് എങ്കിലും അവർ നിങ്ങളെ പലപ്പോഴും തഴഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് വൈകിയായിരിക്കാം അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ടാകാം മനസ്സിലാവുക. അത്തരം മനസ്സിലായിരിക്കുന്നതായ കാര്യങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. അവർ നിങ്ങൾക്കൊപ്പമില്ല എന്നൊരു ചിന്ത നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പം പാടുപെട്ടു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആളില്ലാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായോ മാസങ്ങളായോ വല്ലാതെ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. മനസ്സിലെ വിഷമതകൾ അത് ഒഴിയുവാൻ സാധിക്കുന്നില്ല. എപ്പോഴും എന്തെങ്കിലും രീതിയിലൊക്കെ ചിന്തകൾ കടന്നു വരുന്നു. അനാവശ്യമായ ഭയം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യം. ഭയത്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയോ ഭയം മനസ്സിൽ വെച്ച് ചെയ്യുന്നതിനാൽ പല കാര്യങ്ങളും അനുകൂലമല്ലാത്തതായ അവസ്ഥയോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആരോഗ്യം പോലും നഷ്ടമാകുന്ന സാഹചര്യം, വല്ലാതെ ചിന്തകൾ നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ മറ്റുള്ളവരോട് പറയാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. മനസ്സിൽ തന്നെ ആ വിഷമതകൾ ഒതുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ വളരെ പോസിറ്റീവായ പല കാര്യങ്ങളും സംഭവിക്കാം. എന്നാൽ നിങ്ങളെ സന്തോഷകരമായ ചില കാര്യങ്ങൾ തേടി വരുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില വാർത്തകൾ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. പല കാര്യങ്ങളും തടസ്സപ്പെട്ടു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങളിലും ഒരു അവസരം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വളരെ വാസ്തവമായ കാര്യമാണ്. എന്നാൽ പലപ്പോഴും അത് സാധിക്കാത്തതായ സാഹചര്യവും ജീവിതത്തിലുണ്ട്. മനസന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു പരിധിവരെ സാധ്യമാകാവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം പ്രശ്ന പരിഹാരം നിങ്ങൾക്ക് വന്നു ചേരാം.
ധനപരമായാണ് എങ്കിലും ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ, ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. പല വഴികളിലൂടെയും ധനം കൈകളിൽ വന്ന് ചേരുവാനും കടബാധ്യതകളോ മറ്റ് വിഷമകരമായ സാഹചര്യങ്ങളോ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിൽ കുടികൊള്ളുന്നതായ വിഷമതകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ പറ്റിയാണ് എങ്കിലും ഓർമ്മകൾ ഇപ്പോൾ ഉണ്ടാകേണ്ടതായ കാര്യമില്ല എന്ന് കാണുന്നു. മറക്കേണ്ടതായ കാര്യങ്ങളാണ് എങ്കിൽ അത് തീർച്ചയായും മറന്നു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കാവുന്ന സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നു ചേർന്നാലും അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഉള്ളിലുള്ള സങ്കടങ്ങൾക്ക് ഒരു പരിഹാരമോ അല്ലെങ്കിൽ ബോൾഡായി നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമോ വന്നു ചേരാം. ചിലർ നിങ്ങളെ പല രീതിയിലും തെറ്റിദ്ധരിക്കാം, അഹങ്കാരികളാണ് എന്ന് പോലും തോന്നാം. എന്നാൽ പിന്നീട് ആ ബോൾഡായി നിന്ന് തീരുമാനം എടുത്തത് ഗുണകരമായി തീർന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കഷ്ടപ്പാടുകൾക്കുള്ള മറുപടി തന്നെയാണ് ജീവിതത്തിൽ ഇനി വന്നു ചേരാനായി പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ മാറ്റങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പോലുമാകാം, അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്കുള്ള മാറ്റങ്ങളാകാം, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതോ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യം പോലുമാകാം. ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോന്നിരുന്ന തടസ്സങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളെ കുറ്റപ്പെടുത്തിയതായ പല വ്യക്തികളും അവർക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ പോലും വന്നു ചേരാം. വളരെ അഭിമാനത്തോടെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും പല രീതിയിലും അനുകൂലമായി തന്നെ ഫലങ്ങൾ, മറ്റുള്ളവർക്ക് വളരെ അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന അഭിമാനകരമായ പല കാര്യങ്ങളും സംഭവിക്കാം. ഇതുമൂലം പലർക്കും നിങ്ങളോട് ശത്രുത ഉണ്ടായി എന്ന് വരാം. ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ പോലും സംഭവിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകണം.